ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിൻ്റെ അടുത്തുള്ള എരുമമുണ്ടയാണ്. എരുമമുണ്ടെന്ന് കുറച്ചുകൂടെ വരണം ഇവിടത്തേക്ക്. വെള്ളിമുറ്റം എന്നാണ് ഈ കറക്റ്റ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടെ വന്നത് ജസ്നേനെ കാണാനാണ്. ജസ്നയ്ക്ക് പറ്റിയ ഒരു വരനെ നമുക്ക് കണ്ടെത്തണം. ജസ്നയ്ക്ക് സംസാരിക്കാനും കേൾക്കാനും ബുദ്ധിമുട്ടാണ്. ഈ കാണുന്നതാണ് ജസ്നേൻ്റെ വീട്. ബാക്കി അവൾ ഭയങ്കര സ്മാർട്ടാണ്, വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യും, സ്റ്റിച്ചിങ്ങൊക്കെ ചെയ്യും, ഒരുപാട് അങ്ങനെ കഴിവുകളൊക്കെ ഉള്ള മോളാണ്. ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അല്ലെ, നിങ്ങളെല്ലാവരും കട്ടയ്ക്ക് കൂടെ നിൽക്കണം. എത്രയും പെട്ടെന്ന് നമുക്ക് ജസ്നേൻ്റെ കല്യാണം നടത്തണം കേട്ടോ. എന്നാ വാ, നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഇതാണ് കേട്ടോ ജസ്ന. ഇത് ഉമ്മ അല്ലേ? നമുക്ക് ഇരുന്ന് സംസാരിക്കാം അല്ലെ. ഇവിടെ ഇരുന്നു. ഓക്ക് ജന്മനുള്ളതാണ് ഈ ബുദ്ധിമുട്ട്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാല് അവർക്ക് പ്രയാസമൊന്നുമില്ല, പക്ഷെ അവർക്ക് കേൾവില്ല. സംസാരിക്കാൻ ചെറുതായിട്ട് സംസാരിക്കും. പക്ഷെ ഞങ്ങൾ പറഞ്ഞ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഇടവായി നിൽക്കുന്നവർക്ക്. അല്ലാത്തവർക്ക് ഇപ്പൊ അവളെ മുത്തമാന്റെ മക്കളാണ് അവരെ വന്നിരിക്കുന്ന ആൾക്കാർ. അവർക്കൊക്കെ അവള് പറഞ്ഞാൽ മനസ്സിലാവും. നമ്മളെല്ലാ പരിപാടികളും കൂടും, എല്ലായിടത്തും ബന്ധപ്പെടും. അപ്പോൾ നിങ്ങൾ അവളോട് ആംഗ്യ ഭാഷയിലാണോ സംസാരിക്കല്? അല്ലല്ല, നമ്മളിങ്ങനെ പറയും. അപ്പൊ ആൾക്ക് മനസ്സിലാകാത്ത കാര്യം ചോദിച്ചാൽ എന്താ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പൊ അതൊന്നുകൂടി റീഅടിച്ച് നമ്മൾ പറഞ്ഞോളൂ. പറഞ്ഞ ചുണ്ടിന്റെ നോക്കി മനസ്സിലാക്കൂല. ലിപ് റീഡിംഗ് ഒക്കെ അറിയാം. ബുദ്ധിയും കാര്യമൊക്കെ നമ്മളെക്കാൾ കൂടുതൽ എന്ത് കാര്യം. ഞാനിപ്പോ പുറത്തേക്ക് അറിഞ്ഞാണെങ്കിൽ മൊബൈൽ എടുത്തുകൊണ്ട് ആദ്യം ചോദിക്കും, വണ്ടിന്റെ താക്കോലോ, അതൊക്കെ നമ്മൾ നോക്കുമ്പോ തന്നെ അവൾക്ക് മനസ്സിലാവും. അല്ലാതെ എന്ത് സാധനങ്ങൾ കാണാനുള്ളത് എന്നുണ്ട് പെട്ടെന്ന് ഉള്ളെടുത്ത് ഏൽപ്പിച്ചാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ കിട്ടും. ആ സ്ഥലത്ത് പോയി കണ്ട് വേഗം എടുത്ത് അവളെ കൊണ്ടുവന്ന് തരും. അപ്പൊ ഞങ്ങൾ ചെന്ന ചിലപ്പോ ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഓളെടുത്ത് കാണിച്ചു കൊടുക്കും എന്ന സാധനം ഇരിക്കുന്നത്. അപ്പൊ നമ്മള് നോക്കുമ്പോ തന്നെ അവർക്ക് മനസ്സിലാവും. ഇപ്പൊ വെള്ളം, നിങ്ങൾക്ക് വെള്ളമാണെങ്കിൽ വെള്ളം എന്ന് പറഞ്ഞാൽ മതി, അവർക്ക് മനസ്സിലാവും. ഇയർഫോൺ ഇത് വെച്ചാലൊക്കെ കേൾക്കുക? ഇല്ല, അത് ഭയങ്കര ബോക്സിന്റെ സൗണ്ടാണ്. അപ്പൊ അതാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ 2-3 കോഴിക്കോട് നടക്കാവുന്നതായി വെച്ചു, നിലമ്പൂരിന്ന് വെച്ചു, അതേമാതിരി സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അവിടുന്ന് അവര് സ്കൂളിൽ നിന്ന് കൊടുത്തു. ബഡ്സ് സ്കൂളിൽ ആണോ? 4 വർഷം. 4 വരെ. ശരി. അതിനുശേഷം വേറൊന്നും പഠിച്ചില്ല? അന്നൊക്കെ എന്തെങ്കിലും പോത്തുകല്ല് കൂടി അങ്ങനെ പോയി നടന്നിട്ടല്ലേ പോയി. അപ്പൊ അതുകൊണ്ട് കൊണ്ടാക്കാൻ വഴിയില്ല, പാലല്ല. അന്ന് എവിടെ പാലല്ല. നമ്മൾ ഇവിടുന്ന് 6 കിലോമീറ്ററാണ് ഞെട്ടിക്കുളത്തേക്ക്. ആ സ്ഥലത്തേക്ക് ഇവിടുന്ന് നടക്കണം. തോണി കടന്ന് ചാലൂർപ്പുഴ കിടക്കണം. തോണി കടന്ന് നടന്നിട്ട് ഞെട്ടിക്കുളത്ത് നിന്ന് ബസ് കയറി ചന്തക്കുന്ന് ഇറങ്ങിയിട്ട് ചന്തക്കുന്ന് പിന്നെ ഈ വല്ലപ്പുഴ എന്ന സ്കൂൾക്ക് വേറെ ബസ് ഉണ്ട്, അങ്ങോട്ട് കയറണം. തിരിച്ച് ക്ലാസ് കഴിഞ്ഞിട്ട് അതേപോലെ ഇങ്ങോട്ട് എത്തണം. അപ്പൊ രാവിലെ ഒരു 7 മണിക്ക് ഇറങ്ങിയാൽ രാത്രി 7 മണി ആവും ശരിക്കും പറഞ്ഞാൽ അവിടെ എത്തുമ്പോ. അങ്ങനെ അതുകൊണ്ട് പിന്നെ അതിന്റെ സാഹചര്യം ഇല്ലാത്ത ഇംഗ്ലീഷ് മീഡിയത്തിൽ ആദ്യം വിട്ടത്, പിന്നെയാണ് അങ്ങോട്ട് പോയത്. അതുകൊണ്ടുള്ള ഇംഗ്ലീഷിലാണ് എഴുതുകയും ചെയ്യും. നമ്മൾ കാണിച്ചു കൊടുക്കുക. പക്ഷെ ഒക്കെ ഇങ്ങനെ സൈൻ ലാംഗ്വേജ് അറിയില്ല അല്ലെ, ആംഗ്യ ഭാഷ. അന്നവിടെ അത് പഠിപ്പിച്ചിട്ടില്ല. അന്ന് ഞങ്ങളോട് പറഞ്ഞത് കാണിക്കരുത്, നിങ്ങൾ നേരെ നോക്കി പറയണം. അന്ന് ഈ ഡോക്ടർമാരെല്ലാരും അന്നൊക്കെ പറഞ്ഞു മുഖത്ത് നോക്കി സംസാരിച്ചാല് പിന്നൊന്നും വിളിച്ചവള് കേൾക്കൂല അല്ലെ. ശ്രദ്ധ നല്ലുണ്ട്, നമ്മൾ ശ്രദ്ധിക്കും. ഇപ്പൊ ഓളിലേക്ക് പോവാണെങ്കിൽ വണ്ടി വരുന്ന വളരെ ശ്രദ്ധിച്ചിട്ട് പോവുള്ളൂ. എല്ലാ കാര്യവും അങ്ങനെ തന്നെ. എന്ത് ചെയ്യാണെങ്കിലും വളരെ ശ്രദ്ധിക്കും. ഈ വാട്സപ്പ് ഫോണൊക്കെ അവള് യൂസ് ചെയ്യൂലേ? ഫോണിൽ മെസ്സേജ് അയക്കുക അങ്ങനത്തെ ഒക്കെ അറിയില്ലേ? മെസ്സേജ് അങ്ങനെ എല്ലാം വന്ന് കാണിച്ചു തരും. അപ്പൊ ഞാൻ നോക്കും. അല്ലാതെ അങ്ങോട്ട് അയക്കാനും ഒക്കെ അറിയില്ല. ടൈപ്പ് ചെയ്യുന്ന അറിയില്ല? ടൈപ്പ് ചെയ്യാൻ അറിയാം. ഇംഗ്ലീഷിലൊക്കെ നമ്മൾ കാണിച്ചെടുത്ത പേര് കാണിച്ചെടുത്ത ഓളാണ് ഇരിക്കുക. പിന്നെ ഇപ്പൊ ഒരു ഫോൺ നമ്പർ കൊണ്ടുവന്നാല് എന്നോട് പറയും മലയാളത്തിൽ വേണ്ട ഇംഗ്ലീഷിലും കാണിച്ചു കൊടുക്കാൻ പറയും. അപ്പൊ ഇംഗ്ലീഷിൽ കാണിച്ചു കൊടുത്താല് ഓൾ അതായി നിർത്തുകാണ്ട്. മലയാളം തീരെ എഴുതാനും വായിക്കാനും അറിയോ? അല്ല, ഓളെ പേരും അഡ്രസ്സും ഒക്കെ പേരും അഡ്രസ് മാത്രമാണല്ലോ ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ വായിക്കുന്നൊക്കെ അറിയോ? ഓരോരുത്തരുടെ പേരൊക്കെ പറഞ്ഞു കൊടുത്താല് ഓളെ എഴുതും. അല്ല, പേരല്ല, എല്ലാണ്ട് നമ്മളുള്ള കാര്യങ്ങളുണ്ടല്ലോ. അറിയില്ല. ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ബുക്ക് വായിക്കുക അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ എഴുതും. സ്കൂളിൽ നിന്ന് അങ്ങനെ പഠിപ്പിച്ചിരുന്നത് എന്റെ പേരെന്താണ്, സ്കൂളിൽ എന്തൊക്കെ ചോദ്യം ചോദിക്കും. അങ്ങനെ നിശ്ചിതമായ കാര്യങ്ങൾ മാത്രമേ ഒക്കെ എഴുതാനും വായിക്കാനും അറിയുള്ളൂ. അല്ലാണ്ട് മലയാളം അങ്ങനെ അറിയില്ല അല്ലെ. നമ്മളിപ്പോ മനസ്സിൽ തോന്നുന്നൊരു കാര്യം ഇങ്ങനെ എഴുതി വെക്കുക അങ്ങനത്തെ. ഇപ്പൊ എനിക്ക് അവിടെ പോകാനുണ്ട്, ഇപ്പൊ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല, പെട്ടെന്ന് ചില കുട്ടികൾ എഴുതി കാണിക്കുമല്ലോ, അങ്ങനെ ഒക്കെ എഴുതുന്ന അറിയില്ല അല്ലെ. അപ്പോൾ അതാണ് അവളുടെ ബുദ്ധിമുട്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് ഇതിൽ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് അവളെ നേരെ നോക്കി സംസാരിച്ചാൽ അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ എഴുതാനും വായിക്കാനും ആ രീതിയിലൊക്കെ അറിയില്ല. പിന്നെ ആംഗ്യ ഭാഷയോ ഒക്കെ അറിയില്ല.
ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ ഇവിടെ ആര് വന്നാലും ഇപ്പോളോട് ഇങ്ങനെ സംസാരിച്ച് നമുക്ക് മനസ്സിലായിക്കോളൂ അല്ലേ? കുക്കിംഗ് ഒക്കെ ചെയ്യാറുണ്ടോ? കുക്കിംഗ് അറിയോ? എന്താ ഉണ്ടാക്കല്? ചോറും മീൻകറി ഇറച്ചി വെക്കും. നന്നാക്കും, മീൻ പൊരിക്കും ഒക്കെ. തയ്ക്കലുണ്ടോ? തയ്യലില്ലേ? അപ്പൊ ഇവള് ഉണ്ടാക്കിയ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലേ ഇവിടെ? ഇതൊക്കെ ജസ്ന ഉണ്ടാക്കിയ ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ ഒറ്റക്ക് ഉണ്ടാക്കിയ ഐറ്റംസ് ആണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. ഇതാ ഭയങ്കര വെറൈറ്റി ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നല്ല കഴിവുള്ള ഒരു മോളാണ് കേട്ടോ. ഇപ്പോൾ ഒരു ദിവസം അപ്പോൾ ഒരുപാട് ടൈം എടുത്ത് ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെ. അപ്പോൾ ഇത് നല്ലൊരു കഴിവുള്ള ഒരു കാര്യം തന്നെയാണ്. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ലല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇവർക്ക് ചെറിയ ചില ബുദ്ധിമുട്ടുകളുണ്ട്, ശരിയാണ്, ഈ സംസാരിക്കാനും കേൾക്കാനും ഒക്കെ. പക്ഷെ അതിനപ്പുറത്തുള്ള ഒരുപാട് കഴിവുകളുള്ള മക്കളാണ് കേട്ടോ ഇവരൊക്കെ. തയ്യല് പുള്ളി ഞങ്ങളൊക്കെ തയ്ച്ചലോളാണ്. ഞങ്ങളുടെ നെറ്റ് വേറെ ഒക്കെ അടിച്ചു കൊടുക്കലുണ്ടാ വീട്ടില്? ചുറ്റുവട്ടത്തിൽ എല്ലാവർക്കും തയ്യലില്ല, മെഷീൻ ഇല്ലതാണ്. തീർച്ചയായും തീർച്ചയായും. ഇപ്പൊ എത്ര വയസ്സായി? 30 വയസ്സിലാ? നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ? ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോ പല സ്ഥലത്തു നിന്നാണ് എല്ലാവരും വിളിക്കുക. ദൂരം പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. കാരണം ഒന്നാമത് നമുക്ക് ഫോൺ വിളിച്ചാൽ നമുക്ക് ഒരു പേരും ചോദിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പ്രശ്നമുണ്ട്. പരമാവധി നമ്മൾ അടുത്തായിരിക്കണം, അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോ ഈ മലപ്പുറം ജില്ലയുടെ ഉള്ളിൽ മാത്രമാണ്? മലപ്പുറം ജില്ല തന്നെ കുറെ കൂടെ പരമാവധി. അത് എത്ര കിലോമീറ്റർ വരെ അങ്ങനെ എന്തെങ്കിലും ഒരു ദൂരങ്ങൾ പറയുന്നുണ്ടോ? നമുക്ക് സന്തോഷം ഇപ്പൊ നിലമ്പൂർ ഏരിയ അല്ലെങ്കിൽ മലപ്പുറം ജില്ല എന്നുള്ള തന്നെ ബേസിൽ പറയാല്ലേ? പരമാവധി നമ്മളിപ്പോ ഇടയ്ക്കല നിലമ്പൂര്, പിന്നെ കുട്ടമ്പാടം, മഞ്ചേരിക്ക് ഇപ്പൊ അങ്ങനെ ആയിട്ടാണ് നമ്മൾക്ക് ഒരു 2 ദിവസം കൂടുമ്പോ ഒന്ന് പോയി നോക്കണമെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നല്ല പിന്നെ ഇതൊക്കെ നമുക്ക് ഇവിടെ നിർത്താം. ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആളാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇപ്പൊ ഇന്നിപ്പോ 2 പേര് വിളിച്ചു. നിങ്ങൾ വന്നപ്പോഴും ഇപ്പൊ അതാണ് ഇപ്പൊ ഒരാൾ വിളിച്ചത്. പുനർവിവാഹം പിന്നെ കഴിക്കാൻ താല്പര്യമുണ്ട് ഒരാള്. ഉച്ചക്ക് ഒരാൾ വിളിച്ചു, ഞാൻ പറയാന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. നിലവിൽ ഭാര്യമാരുള്ളവര്. അപ്പൊ ഞാൻ പറഞ്ഞു അതിന്റെ കേസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും എന്റെ ബാക്കിൽ. അപ്പൊ അത് തീരാതെ നമുക്ക് താല്പര്യമല്ല. അല്ല ഓക്കെ, ഇപ്പൊ 30 വയസ്സ് ആയിട്ടല്ലേ ഉള്ളൂ. ആദ്യ വിവാഹം തന്നെ മാക്സിമം നമുക്ക് കിട്ടുക നോക്കാം. ഇനിയിപ്പോ ഇല്ലെങ്കിൽ ഭാര്യമാർ മരിച്ചതല്ലെങ്കിൽ നിയമപരമായ ഡിവോഴ്സ്, പെട്ടെന്ന് ഡിവോഴ്സ് ആയാലും അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളതൊക്കെ നല്ലപോലെ അന്വേഷിച്ചിട്ട് നമുക്ക് ചെയ്യാം. തലശ്ശേരിക്കാരനാ വിളിച്ചത്. പിന്നെ അയാളിപ്പോ കൊല്ലത്ത് ഹോട്ടൽ നടത്തി കൊടുക്കുക. അപ്പൊ ഞാൻ പിന്നെ നിങ്ങളെന്താ പ്രശ്നം? അത് ഞാനും ഭാര്യ വെച്ചിട്ടുള്ള പ്രശ്നം. നിങ്ങൾക്ക് കുട്ടികളുണ്ട്, 2 കുട്ടികളുണ്ട്. 13 വയസ്സായ ഒരു കുട്ടിയുണ്ട്, താഴെ ഒരു കുട്ടിയുണ്ട്. അവരറിയാൻ പാടില്ല, വീട്ടുകാരും അറിയാൻ പാടില്ല. അപ്പൊ ഞങ്ങള് മൂപ്പര് ഇവിടെ നിൽക്കാൻ നമുക്ക് സന്തോഷം. നമ്മളൊക്കെ തന്നെ ദൂരെ ആകുമ്പോ നമുക്ക് ഇവിടെ അടുത്ത് വീട്ടിന്റെ കൂടെ നിൽക്കാൻ പറ്റും, വീട് വെച്ചു കൊടുക്കാം. പക്ഷെ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഇത് നമുക്ക് പറ്റൂല. തീർച്ചയായിട്ടും. അപ്പൊ ഒരുപാട് ആളുകൾ അത്തരത്തിൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ പിന്നെ നിലവിൽ ഭാര്യമാർ അറിയാണ്ട് വിവാഹം ചെയ്യാനോ അങ്ങനെയൊക്കെ ഇവർക്കൊന്നും അതിന് താല്പര്യം. നമ്മൾ വീഡിയോ എടുക്കുന്ന ആർക്കും അതിന് താല്പര്യം ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് അങ്ങനെയുള്ള ഒരാളെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു ആരും ഇതിൽ നോക്കണ്ട കേട്ടോ. നിങ്ങൾ അല്ലാണ്ടുള്ള വഴികൾ നോക്കുക. അല്ലാണ്ട് നിങ്ങൾ നന്നാവുമെന്നുള്ള വിശ്വാസം നമുക്കില്ല. അപ്പോൾ നിങ്ങൾ വേറെ വഴി നോക്കിക്കോ. നമ്മുടെ ഈ ചാനലിനെ വിട്ടേക്ക്. ആർക്കും അങ്ങനെ താല്പര്യമില്ല. ഇനി അങ്ങനെ വിളിക്കുന്ന പോലെ ഉണ്ടെങ്കിൽ ഇവരോട് ചോദിച്ചിട്ട് എല്ലാവരുടെയും പേരും ഡീറ്റെയിൽസും ഇതിൽ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഭാര്യമാരും അറിയാമല്ലോ. പിന്നെ ഭാര്യ അറിയാണ്ട് കെട്ടേണ്ട ഇത് വരില്ല. പിന്നെ അവർ തന്നെ അങ്ങ് ഡിവോഴ്സിന് കൊടുത്തോളൂ. എനിക്ക് സുഖമല്ല. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ തന്നെ ആയിരിക്കും ഇനി. അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക. കോളുകൾ പല രീതിയിലായിരിക്കും, നമുക്കൊന്നും ചെയ്യാനുണ്ടാവില്ല.
നല്ല രീതിയിൽ അന്വേഷിക്കുക. നിങ്ങൾ തന്നെ ഫോൺ എടുക്കുക, അവളെ ഫോട്ടോ അയച്ചു കൊടുക്കരുതായിരിക്കും, വീഡിയോ കോൾ വിളിച്ചെടുക്കരുത്. നല്ല രീതിയിൽ അന്വേഷിച്ച് മാത്രം ചെയ്യാം. കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. മാക്സിമം അന്വേഷിക്കുക. അത്രേ ഉള്ളൂ. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് നല്ലൊരു വരണ കിട്ടട്ടെ. നമുക്ക് മാക്സിമം എത്ര വയസ്സ് വരെയുള്ള ആലോചന പറ്റുമോ? ഒരു 35-40 വയസ്സൊന്നും ഇപ്പൊ കുഴപ്പമില്ലല്ലോ. മാക്സിമം 40 വയസ്സിന്റെ ഉള്ളിലാണ്. ഇനിയിപ്പോ ഒരു 35, 34, 36 നമുക്ക് പ്രശ്നമില്ല. മാക്സിമം 40ന്റെ ഉള്ളിലാണ്. ആദ്യ വിവാഹം മാക്സിമം കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. ഇനിയിപ്പോ അങ്ങനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പെട്ടെന്നുള്ള വിവാഹമോചനം അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവും. ഇപ്പൊ ന്യായമായ കാരണങ്ങളുള്ള, നമുക്ക് ഓക്കെ ആയ കാരണങ്ങളുള്ളവരുണ്ടാവും. ഭാര്യ മരിച്ചത്, ഡിവോഴ്സ് ആയതൊക്കെ, അതൊക്കെ നമ്മൾ സ്വീകരിക്കും. പിന്നെ തീർച്ചയായിട്ടും ഓളുടെ ഈ ബുദ്ധിമുട്ട് കൊണ്ട് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഒരു പ്രശ്നങ്ങളൊന്നും വരികയൊന്നും ഇല്ല. കാരണം അവൾ കുക്കിംഗ് ആയാലും എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ കമ്മ്യൂണിക്കേഷനാണ് കുറച്ച് ഒരു കാര്യം വരും. അത് നമ്മൾ ഒരാളോട് ഇങ്ങനെ ഇടപഴകുമ്പോൾ അത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പഠിച്ചോളും. അപ്പോൾ നമ്മൾ നേരെ നോക്കി സംസാരിച്ചാൽ അവൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കുമെന്നാണ് പറഞ്ഞത്. കുറച്ച് മുമ്പൊക്കെ ഒരുപാട് കുട്ടികൾ അങ്ങനെ തന്നെയാണ്. സ്കൂളിൽ സ്പെഷ്യൽ സ്കൂളിൻ്റെ ഒരു പ്രാധാന്യമൊക്കെ ഇപ്പോഴാണല്ലോ കൂടുതലായിട്ട് വന്നത്. കുറച്ച് മുമ്പൊക്കെ അങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത് തന്നെ അത് തന്നെയാണ്, മുഖത്ത് നോക്കി സംസാരിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ചുണ്ടിൻ്റെ ഇത് നോക്കിയിട്ട് അവർക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ അത്തരത്തിൽ പഠിച്ച ഒരുപാട് കുട്ടികളുണ്ട്. ഇപ്പോൾ ഈ ലിപ്പ് റീഡിംഗ് എന്നാണ് അതിന് പറയുക. അത് പഠിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ ഈ വീഡിയോ തന്നെ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ജസ്നേന്റെയും കാര്യം. അപ്പോൾ അവള് 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അല്ലേ? അതെ അതെ. അപ്പൊ അതെ, അത്യാവശ്യം പേര് കാര്യങ്ങളൊക്കെ എഴുതു. പക്ഷെ നല്ല രീതി അങ്ങനെ മലയാളം വലിയ ഇതൊന്നും എഴുതാനും വായിക്കാനും ഒക്കെ അറിയില്ല. ഇതൊക്കെ വരുന്ന ആളുകൾ തീർച്ചയായിട്ടും മനസ്സിലാക്കാട്ടാ. ഓക്കെ, അപ്പൊ നോർമലി ചില ആളുകൾ പറയൂ നമുക്ക് ഇവരെ പോലെ തന്നെ ഉള്ള ഒരാളാണ് വേണ്ടത് അങ്ങനെ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ നിർബന്ധം ഉണ്ടോ? ഇല്ല, ഒരു നിർബന്ധമില്ല. നമുക്ക് ഒന്നും കൂടി സന്തോഷം നമ്മളെ പോലെ സംസാരിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഒന്ന് വിളിച്ചാൽ കേൾക്കാനോ ഒരാൾക്ക് രണ്ടാൾക്കും ഒരേ ഭാര്യയാകുമ്പോ പ്രശ്നമാണല്ലോ. പരമാവധി നമുക്ക് ഒന്നും കൂടി നമ്മളെ പോലെ സംസാരിക്കുന്ന ആളാണ് ഓൾക്കും ഇഷ്ടം, നമുക്കും ഇഷ്ടം. പിന്നെ അപ്പൊ നോക്കിയിട്ട് ചെയ്യാം അല്ലെ? വരട്ടെ. ഇപ്പൊ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ വിളിക്കണ്ട എന്നല്ല പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്കും വിളിക്കാം. കൂടുതൽ നമ്മള് ഒരു സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ അത്രയും സന്തോഷം എന്നുള്ള രീതിയിലാണല്ലേ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കുക. പിന്നെ ഇത് കറക്റ്റ് സ്ഥലം വെണ്ടേക്കപ്പൊട്ടി എന്നാണ് സ്ഥലപ്പേര് പറയാം. വെള്ളിമുറ്റം കഴിഞ്ഞാൽ വെണ്ടേക്കപ്പൊട്ടി, മുരുകാഞ്ഞകത്തിന്റെയും വെള്ളിമുറ്റത്തിന്റെയും സെന്റർ ആണത്. അങ്ങനെ നിങ്ങളെ മഹല്ല് ഏതായിരുന്നു? മഹല്ല് കൊടിയേരി മഹല്ല്. കോടിയേരി മറ്റേ കണ്ണൂരല്ല. കൊടിയേരി എന്നാണ് സ്ഥലപ്പേര്. പള്ളി നിൽക്കുന്ന സ്ഥലത്തേക്ക് പറയാം. പഴയ കാലത്തെ പള്ളി, 50 വർഷത്തിന് മുകളിലുള്ള പള്ളി. അത് ശരി. നമ്മളിപ്പോ ഈക്കസുന്നെയാണ് നമ്മള് പിന്നെ പോണ പള്ളി. നമ്മൾ അതിലാണ് നിൽക്കുന്നത്. അത് തന്നെ വേണം, നമുക്കൊരു നിർബന്ധമല്ല. നമുക്കിപ്പോ APO ജമാഅത്തോ മുജാഹിദോ ആകാം. ഖാദിയന് വേണ്ടെന്ന് മാത്രം. അപ്പൊ ഓളെ മനസ്സിലാക്കുന്ന ഒരു സ്നേഹനിധിയായ ഒരു ഭർത്താവായാൽ മതി. ബാക്കി ഒന്നിനും ഒരു പ്രസക്തിയും ഇല്ല. അപ്പൊ മുസ്ലിം ആയിരിക്കണം എന്നുള്ളതാണ്. അതിലേത് വിഭാഗം അങ്ങനത്തെ ഇതൊന്നും നമ്മൾ നോക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് അവർ പറഞ്ഞത്. തീർച്ചയായിട്ടും അതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന വരട്ടെ. പിന്നെ ദൂരത്തിൻ്റെത് ഇവർക്ക് മലപ്പുറം ജില്ലേൻ്റെ ഉള്ളിൽ തന്നെയാണ് വേണ്ടത്. ഇനിയിപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിലൊന്നും നമ്മൾ ആള് ക്യാരക്ടർ അത്രയും അടിപൊളിയാണെങ്കിലൊക്കെ നമുക്ക് നോക്കിയിട്ടൊക്കെ ചെയ്യാം അല്ലേ? അതെ, ഏറ്റവും വലുത് അവളെ കെയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ വേറെ എന്തെങ്കിലും പറയാനുണ്ടാ? വേറെ എന്താ പറയുക, സന്തോഷമായിരിക്കും നമുക്ക്. കാരണം എത്ര മക്കളാ? 2 പേര്. ഇത് എന്റെ മൂത്ത കുട്ടിയാ. അല്ല, ആൺകുട്ടിയാ. അവനെ ഇപ്പൊ സൗദിയില് എഞ്ചിനീയറായി വർക്ക് ചെയ്യാം. അത് ശരി. നിങ്ങൾ എന്താ ചെയ്യുന്നത്? എനിക്ക് മീൻ കച്ചവടം. അച്ഛമീൻ്റെ ബൈക്കിൽ കൊണ്ടുപോകുന്ന കച്ചവടം. ബൈക്കില് 38 വർഷമായിട്ട് പരിപാടിയല്ലേ? അതെ തന്നെ. അതെ. അപ്പൊ അങ്ങനെ അതാണ് ഇവരുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇപ്പൊ അനിയന്റെ കല്യാണം കഴിഞ്ഞല്ലോ? കല്യാണം കഴിഞ്ഞു. കഴിഞ്ഞ മെയ് മാസം 2-ാം തീയതി കല്യാണം കഴിഞ്ഞു. പോയി, സൗദി പോയില്ലേ? മരുമോള് ഇപ്പൊ വീട്ടിലല്ല, അവൾക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് അവിടെ വീട്ടില് ചെറിയോടാണ് വീട്. അവിടെ നിൽക്കുകയാണ്, അവിടെ നിന്ന് പഠിക്കുക. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, നമുക്ക് പിന്നെ ഉള്ള ജീവിതം സന്തോഷമാണോ ഒരു ദുഃഖമായത്, അല്ലെങ്കിൽ തന്നെ അവളിപ്പോ നമുക്ക് പ്രയാസമാണല്ലോ. കാരണം അവൾക്ക് ഒരു കുറവുണ്ട്, സംസാരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ കേൾവിയില്ല എന്നൊരു കുറവ്. അപ്പൊ ഇനി അതിൽ കൂടെ ഒരു കുറവ് കൂടി നമുക്ക് ഉണ്ടായത്. നമുക്ക് ആകെ പറയാനുള്ളത് എന്താ പറയാ, നമ്മൾ ദീനിയായിട്ട് അതിന്റെ ചട്ടക്കൂട് ജീവിക്കുന്ന ആളുകളാണ്. അത് 5 നിസ്കരിക്കും, കറക്റ്റായിട്ട് ആ നോമ്പ് നമ്മൾ നോക്കും. അങ്ങനെയാണ് നമ്മുടെ ജീവിതം. അതിൽ പോലുള്ള ഒരു ആളെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ ഡെയിലി പിന്നെ പൊടി വരിച്ചിട്ടും മദ്യം കഴിച്ചും അങ്ങനെയുള്ള ഫാമിലി ഞങ്ങൾക്ക് പറ്റൂല. അത് നമ്മൾ
ഇപ്പൊ ആളെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ സന്തോഷമുള്ള ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അത്തരം ആളുകള് വന്നാൽ മതി. അല്ലാതെ നമ്മളിപ്പോ ഇവിടെ കെട്ടിച്ചില്ലാന്ന് പ്രയാസമുണ്ട്, പക്ഷെ ഇനി കെട്ടിക്കാൻ വേണ്ടിട്ട് ഏതെങ്കിലും പിടിച്ച് കെട്ടിക്കാന്നുള്ള അതില് നമുക്ക് ഇഷ്ടം വരുന്നില്ല. അത്രയുള്ള അത് തന്നെ. ആരെങ്കിലും കല്യാണം കഴിച്ചിട്ട് അവള് വിഷമിക്കുന്നതിനെക്കാട്ടും നല്ല കല്യാണം കഴിക്കാതിരിക്കുന്നതാണ്. കല്യാണം കഴിച്ച അവള് ഹാപ്പി ആയിട്ട് ജീവിക്കണം. അത്രേ ഉള്ളൂ. അത് തന്നെ. ഉമ്മക്ക് എന്താ പറയണ്ട? സന്തോഷ കണ്ണീരാ കരയൊന്നും ചെയ്യരുത് കേട്ടാ. ഫുള്ള് ഹാപ്പി ആയിരിക്കണം. എത്രയും പെട്ടെന്ന് ഓളെ കല്യാണമൊക്കെ പെട്ടെന്ന് നടക്കും. ഇങ്ങനെ ഒരു മോള് ഇന്നൊരു സ്ഥലത്ത് ഉണ്ട് എന്നൊരാൾ അറിയണ്ടേ, എന്നാലല്ലേ ആലോചന വരുവാ അല്ലേ? അന്ന് സ്കൂളിൽ പോകുന്നല്ലേ, പിന്നെ പോയിട്ടില്ലല്ലോ. അപ്പൊ അവിടെ ഉളപ്പന്റെ കുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടേ, പിന്നെ കൊണ്ടാക്കിയിട്ടില്ല. ഇതിനെ ഞാൻ പോത്തലേക്ക് കൊണ്ടുപോകണോള്, എന്നിട്ട് അങ്ങനെ കൊണ്ടേക്കണം. കാക്കു രാവിലെ പിന്നെ പോവില്ലേ, പിന്നെ ഇവിടെ ഉമ്മാനായിട്ടല്ലേ പോണെന്ന്. ഇങ്ങനെ പിന്നെ വേണ്ട പഠിച്ചാൽ നല്ല എന്തേനി 1.5 മാസമായിട്ടുള്ളൂ അവിടെ കൊണ്ട് ചേർത്തിട്ട്. അപ്പൊ പരീക്ഷക്കൊക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് ആ ടീച്ചർമാർ തന്നെ പറഞ്ഞു അതേമാതിരി ഒപ്പന ഡാൻസിനൊക്കെ ചേർന്നൊക്കെ നല്ല കളിച്ചിരുന്നു. ഇൻഷാല്ലാ പെട്ടെന്നുള്ള കല്യാണം റെഡി ആവട്ടെ അല്ലേ? അപ്പോൾ ഇവർ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടല്ലോ. അത് മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ജസ്നയുടെ കല്യാണം നടത്തണം. നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കണം. ആ ദൂരവും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം വിളിക്കുക. അനാവശ്യമായിട്ട് ആരും വിളിക്കരുത്. ഇപ്പോൾ ഭാര്യമാരുള്ളവരും വയസ്സ് ഓവറുള്ളവരും ഒന്നും ദയവ് ചെയ്ത് വിളിക്കാതിരിക്കുക. ഇപ്പോൾ നല്ലൊരു കോള് വരുമ്പോൾ നിങ്ങളുടെ ഒരു കോള് കൊണ്ട് അത് ചിലപ്പോൾ ബിസി ആയിട്ട് കിട്ടാതെ ആയിപ്പോവും. അതുകൊണ്ടാണ് എല്ലാവരോടും പറയുന്നത് കേട്ടോ. ഓരോ കുട്ടികളുടെയും അവർക്ക് എങ്ങനെയുള്ള ആളെയാണ് വേണ്ടത്, എന്താണ് അവരുടെ കാര്യങ്ങളെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അതിനെ ഓക്കെ ആണെങ്കിൽ മാത്രം വിളിക്കുക. നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാവും ഇവർക്ക് പറ്റിയ ആരെങ്കിലും ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കണം. നമ്മൾ ജസ്റ്റ് കണ്ടങ്ങ് ഒഴിവാക്കുന്നതിന് പകരം നമ്മുടെ സറൗണ്ടിങ്സിലൊക്കെ പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന് ഓരോ ആളുകളും ഒന്ന് നോക്കണം കേട്ടോ. മലപ്പുറം ജില്ലക്കാർ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം. നിങ്ങളെ ഈ പരിസരത്തുള്ളവരെയാണ് വേണ്ടത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ ലോക്കൽ ഏരിയയിൽ വീഡിയോ സ്പ്രെഡ് ആയാലും മാത്രമേ അങ്ങനെയുള്ള ആളെ നമുക്ക് ഈ ഏരിയ തന്നെ കണ്ടെത്താൻ പറ്റുള്ളൂ. അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ട് മാക്സിമം ഷെയർ ചെയ്യുക. കൂടുതലായിട്ടൊന്നുമില്ല, എത്രയും പെട്ടെന്നുള്ള കല്യാണം നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നടത്തുകയാണ്. അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം.